സീസൺ 7 വോട്ടിംഗ് റിസൾട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ 11ാമത്തെ വീക്കെൻഡിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള ആളുകളുടെ 6 മത്സരാർത്ഥികളാണുള്ളത്. ഈ 6 മത്സരാർത്ഥികളുടെ വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം പറയുകയാണ്. അങ്ങനെ വോട്ടിംഗ് റിസൾട്ട് വന്നിരിക്കുകയാണ്. രാത്രി 12 മണിയായപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യമേ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഷാനവാസാണ്. ആരെയും കുറേ നേരമായിട്ട് ഷാനവാസ് തന്നെയാണ് കയ്യേറി നിൽക്കുന്ന 1ാം സ്ഥാനത്തേക്ക്. ഷാനവാസിന് നല്ല ഒരു വോട്ടിംഗാണ്, സേഫായിട്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യനാണ്. ആര്യൻ കുറച്ച് പിന്നിലായി വന്നെങ്കിലും പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് ആര്യൻ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നൂറയാണ്. ഇടയ്ക്ക് നൂറ ഡൗൺ ആയി പോയെങ്കിലും നൂറ 3ാം സ്ഥാനത്തേക്ക് വന്ന് നൂറ സേഫായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം 4ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന അക്ബറാണ്. അക്ബറൊക്കെ ആദ്യമേ ഘട്ടത്തിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഒക്കെ വന്നു നിന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ അക്ബർ 4ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വേദലക്ഷ്മിയാണ്. ഡേഞ്ചർ സോണിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് തന്നെ വേദലക്ഷ്മിയെ പറയാം. അങ്ങനെ വേദലക്ഷ്മി 5ാം ഇതിലാണ് വന്ന് നിൽക്കുന്നത്. 6ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് നമ്മുടെ നെവിനാണ്. നെവിൻ എവിക്റ്റഡായി പോകാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. നെവിന് വളരെ വോട്ട് കുറവാണ്. വേദലക്ഷ്മി നെവിനും തമ്മിൽ കുറച്ച് വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പിന്നീടും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ വോട്ടിംഗ് റിസൾട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ആഴ്ച ആരൊക്കെ എവിക്റ്റഡായി പോകും എന്നുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ അധികം താമസിയാതെ അറിയാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.